ബാക്ക് ടു സ്കൂൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാ എല്ലാവരും ബാഗൊക്കെ വാങ്ങിയോ? നമ്മുടെ ഏകദേശം ബാഗ് നമ്മൾ വാങ്ങിയില്ല എങ്കിലും ബാഗൊക്കെ കാണുമ്പോഴേക്കും നമുക്കൊരു കൊതി ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ഏനിയൻ ബാഗിൻ്റെ ആ ഒരു കൂട്ടത്തിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ ഏത് ബാഗ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ യൂണിക്കോൺസിൻ്റെ ബാഗൊക്കെ ആരൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെയുള്ള ബാഗ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ ഒരു ഗ്രീൻ കളറിലെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ കുഞ്ഞമ്മണിക്ക് ഇതായി ഈ ഒരു പിങ്ക് ബാഗ് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവളത് കൈ പിടിച്ചൊക്കെ എടുത്ത് നോക്കി എന്നെ പൊക്കി കാണിച്ചു. പക്ഷേ നമ്മൾക്ക് ഈ പ്രാവശ്യം ബാഗിൻ്റെ ആവശ്യമില്ലാത്തതാണ് നമ്മളത് വാങ്ങിയില്ല. പിന്നെ ബോയ്സിന് വേണ്ടിയിട്ടുള്ള ബാഗ്സിൻ്റെ സെക്ഷൻ ഇവിടെയുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മൾക്ക് എന്താ പറയുക, ബോയ്സിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു സൂപ്പർ ഹീറോസൊക്കെ അവിടെയുണ്ട്. പിന്നെ നമ്മളുടെ ബുക്ക് റാപ്പിംഗ് പേപ്പേഴ്സ്, ബ്രൗൺ പേപ്പേഴ്സ് ഇതെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒരു വെറൈറ്റി പേപ്പറാണ്, കുറച്ചിങ്ങനെ ബബിൾസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അത് ആരൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളുടെ പെൻസിൽ ബോക്സസ്, പൗച്ചസ് ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുഞ്ഞമണി ഇതെല്ലാം എടുത്ത് നോക്കുന്നുണ്ടേ. അവൾക്കാണെങ്കിൽ യൂണിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഒരു പ്രാന്താണ്, ഭയങ്കര ഒരു ക്രേസായിട്ട് മാറിയിരിക്കുന്നതാണ്. യൂണിക്കോൺ എവിടെ കണ്ടാലും ചാടി വീഴുന്നതാണ് കുഞ്ഞമണി. അങ്ങനെ ഒരു യൂണിക്കോണിൻ്റെ ഒരു പൗച്ച് എടുത്ത് കൈ പിടിച്ച് എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കവർ ചെയ്യായിരുന്നു. അപ്പോൾ ബോട്ടിൻ്റെ ഷേപ്പിൽ, പിന്നെ പല ഭംഗിയുള്ള ഷേപ്സിലും പല മോഡലിലും ഒക്കെ ഈ പ്രാവശ്യം പെൻസിൽ ബോക്സസ് അവരിറക്കിയിട്ടുണ്ട്. ഓരോ വർഷവും ഓരോ മോഡൽസും ഓരോരോ വെറൈറ്റീസും ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെയൊക്കെ ഞെട്ടിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഓരോ കമ്പനിക്കാരുടെയും പ്രത്യേകത. അവർക്കും പിടിച്ച് നിൽക്കേണ്ടതില്ലേ ഫീൽഡിൽ, നമുക്ക് എന്ത് പറയാനാണ്. പിന്നെ അത് മാത്രമല്ല, പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ കാര്യമുള്ളൂ. അപ്പോൾ അവളൊരു ലഞ്ച് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ചെറിയൊരു ലഞ്ച് ബോക്സാണ്, നമ്മളുടെ എയ്ഡനൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനാണ്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെയാണ് ഇത്രയും ചെറിയ ലഞ്ച് ബോക്സിലെ ലഞ്ച് കൊണ്ടുപോകാറുള്ളത് എന്നൊന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളുടെ വാട്ടർ ബോട്ടിൽസാണ്. അപ്പോൾ വാട്ടർ ബോട്ടിൽസിലെ ഈ ഒരു ഇത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിട്ടോ. ഇത് കൊള്ളാമല്ലേ, മൾട്ടി കളറ്, ഇത് നന്നായിട്ടുണ്ടല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൾട്ടി കളറിലുള്ള വാട്ടർ ബോട്ടിൽ കാണുന്നത്. പിന്നെ ഇത് ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ്. ഇത് നമുക്കിത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. എനിക്ക് തോന്നുന്നു കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്റ്റീലിൻ്റെ ഒക്കെ വാട്ടർ ബോട്ടിൽസ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ കുറേ പെയിൻറ്റിങ് ബ്രഷസ്, പിന്നെന്താ ബ്രഷസ് അല്ലാതെ വേറെ കുറേ എന്തൊക്കെയോ കീ ചെയിൻ, പിന്നെ സ്റ്റിക്കേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ലെയിനിനാണെങ്കിൽ അതെല്ലാം ചെന്ന് നോക്കി തപ്പി നടക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ അവിടെ കണ്ടിട്ടുണ്ട്, അവളത് എല്ലാം ചെയ്തു നോക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ ബോക്സസ്, പെൻസിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ പെൻസിൽസൊക്കെ ഓൾറെഡി നമ്മൾ വാങ്ങിയിരിക്കുന്നത് കാരണം നമ്മൾ ഇതിലൊന്നും തൊട്ട് കളിച്ചില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കുക, ഇവിടുത്തെ ഈ ഒരു എന്തൊക്കെ സാധനങ്ങളാണ് വെറൈറ്റി ആയിട്ടുള്ളതെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോട്ട്ബുക്സ് നമുക്ക് സ്കൂളിൽ നിന്ന് അപ്ഡേറ്റ് കിട്ടാതെ നമുക്ക് ഒന്നും വാങ്ങാനായിട്ട് പറ്റില്ല. അത് കാരണം നമ്മളിപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ആരൊക്കെ നോട്ട്ബുക്സ് ഒക്കെ വാങ്ങി എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ.